രാഹുൽ മാങ്കൂട്ടം, കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയൊരു പരാതി വന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിജീവിതയുടെ ഭർത്താവ് കൊടുത്ത പരാതിയാണ് നമ്മളെല്ലാവരും കണ്ടത് വാർത്തകളിലൂടെ. മുഖ്യമന്ത്രിക്കാണ് പരാതി കൊടുത്തത്. അതിൽ പറയുന്ന പരാതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തൻ്റെ കുടുംബജീവിതം തകർത്തു, തനിക്ക് സമൂഹത്തിൽ മാനനഷ്ടം ഉണ്ടാക്കിയെന്നാണ് അതിജീവിതയുടെ ഭർത്താവ് ആ പരാതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം ആ രണ്ട് പരാതി ഈ അതിജീവിതയുടെയും അതുപോലെ ഈ ഭർത്താവിൻ്റെയും ഇപ്പോഴത്തെ ഈ പരാതിയും കൂടെ കണ്ടപ്പോഴത്തേക്ക് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് അത്യാവശ്യമല്ല, അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ രണ്ട് പരാതിയും ഇവർ രണ്ടും കൂടെ ചേർന്ന് നടത്തിയ നല്ലൊരു ഹണി ട്രാപ്പിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവർ രണ്ടും, ഈ ഭാര്യയും ഭർത്താവും കൂടെ ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതിൽ പെടുത്തി എന്നാണ് ഈ പരാതിയും കൂടെ, ഈ ഭർത്താവിൻ്റെ പരാതിയും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം. അല്ലെങ്കിൽ അത്രയും ആ ഒരു സമയത്ത് ഈ അതിജീവിതം എന്ന് പറയുന്ന വ്യക്തി, ഇയാളുടെ ഭാര്യ ആ ഒരു പരാതിയുമായിട്ട് രംഗത്ത് വന്ന സമയത്ത് എന്തുകൊണ്ട് ഈ വ്യക്തി അന്ന് ഭാര്യയെ സപ്പോർട്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അന്ന് രാഹുലിനെതിരെ ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി രാഹുലിനെതിരെ പരാതിയുമായിട്ട് അന്ന് വന്നില്ല? ഇതെല്ലാം മാറി തണുത്ത് എല്ലാം ഒതുങ്ങി രാഹുൽ രക്ഷപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ ഈ കേസിൽ രാഹുലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കോടതി വെറുതെ വിട്ടു, നമ്മൾ കണ്ടതല്ലേ. രണ്ട് കോടതിയിലും രണ്ട് പരാതിയും കോടതി പോലും കേസ് തള്ളിക്കളഞ്ഞു. രാഹുലിനെ അറസ്റ്റ് പോലും ചെയ്യില്ലെന്നാണ് കോടതിയിൽ നിന്ന് വന്ന ഉത്തരവ് തന്നെ. അപ്പം വീണ്ടും ഒരു പരാതിയുമായിട്ട് വന്ന് രാഹുലിനെ പൂട്ടാമെന്നാണ് ഇവർ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ തന്നെ മനസ്സിലാക്കാം ഇത് നല്ലൊരു ഹണി ട്രാപ്പാണെന്ന്, അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ആദ്യം പരാതി കൊടുക്കേണ്ടത് ഈ രാഹുലിന് മേലെയാണോ? രാഹുലാണോ ഇവിടെ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ വ്യക്തിയെ വഞ്ചിച്ചിട്ടുള്ളത്? ഈ ഭാര്യയല്ലേ വഞ്ചിച്ചിട്ടുള്ളത്? ഈ ഭാര്യയാണ് ഈ ഭർത്താവിനെ വഞ്ചിച്ച് മറ്റൊരാളുടെ കൂടെ പോയത്, അല്ലേ? അപ്പം ആദ്യം പരാതി കൊടുക്കേണ്ടത് എവിടാണ്? ഭാര്യയ്ക്ക്, ഈ ഭാര്യയായിട്ടുള്ള അതിജീവിതയ്ക്കെതിരെയല്ലേ പരാതി കൊടുക്കേണ്ടത്? അതിന് പകരം രാഹുലിനെതിരെ പരാതി കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും രാഹുലിനെ പൂട്ടാനുള്ള പരിപാടിയായിട്ടാണ് വരുന്നത്. പക്ഷേ ഇതെങ്ങും പോത്തില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇത് രണ്ടും, ആദ്യത്തെ പരാതി ചീറ്റിപ്പോയി, ഇപ്പോഴത്തെ പരാതിയും അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അതും ചീറ്റിപ്പോത്തേ ഉള്ളൂ. ഇത് രാഹുലിനെ ഗുണം ചെയ്യൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം അതിനു മുമ്പ് ഈ അതിജീവിതയുടെ ഭർത്താവ് കൊടുത്ത പുതിയൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ പുള്ളി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ജസ്റ്റ് ഒന്ന് ഇവിടെ ഞാൻ വെച്ച് തരാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വലിയൊരു മാനസിക സംഘർഷത്തിലായിരുന്നു. എൻ്റെ സത്യം പറഞ്ഞാൽ ഒന്നിനോട് പ്രതികരിക്കാനുള്ള, ഇപ്പോൾ ഈ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയതിന് പിന്നിലാണ്. മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഈ നാട്ടിലെ ഒരു MLA ആണ്. എൻ്റെ നാട്ടിലെ ചെറിയ ഒരു വേലിക്കപ്പുറത്തും ഇപ്പുറത്തും ഉള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നമല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അത് നാട്ടിൽ പറഞ്ഞു തീർക്കാൻ നിങ്ങൾക്കറിയാം അതെങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത്. ഇത് കേരളത്തിലൊരു നിയമസഭയിലൊരു MLA ആണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ നാട്ടിലെ കുടുംബ വ്യവസ്ഥിതികളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലേ? അല്ലെങ്കിൽ ഈ നാട്ടിലെ വിവാഹ നിയമങ്ങളെക്കുറിച്ച് അറിവില്ലേ? വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോയതിൻ്റെ കാരണം എന്താണ്? അല്ലെങ്കിൽ ഇപ്പം നിങ്ങളുടെ മാധ്യമങ്ങളിൽ കൂടെ ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഗർഭിണിയാവണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ആ ഗർഭിണി ആയതിനു ശേഷം അത് അബോർഷൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ എന്താ കൊല്ലുമെന്നോ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. ഇങ്ങനെയൊക്കെ ഒരു MLA ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ പറയും. ജനങ്ങളെ സേവിക്കാനും ഈ വരുന്ന 5 വർഷത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താനും നിയമനിർമ്മാണം നടത്താനും ഈ നാട്ടിലെ, അതായത് നിയമസഭയിലെ നിയമനിർമ്മാണത്തിൽ പങ്കാളിയോ അതിൻ്റെ അന്തസ്സത്ത കാത്തു സൂക്ഷിക്കേണ്ട ഒരു വ്യക്തിയും കൂടിയാണ് ആര്? MLA. അതിനാണ് MLA തിരഞ്ഞെടുക്കുന്നത്. ഈ പാലക്കാടിനൊരു തെളിവുകളും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇത്രയും നാളും ഭാര്യ ഒറ്റയ്ക്ക് കടന്ന് പോരാടിയിരുന്ന സമയത്ത് ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ വ്യക്തി എവിടെ ആയിരുന്നു? അത് ചിന്തിക്കണം. ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് ഭർത്താവ് പുതിയൊരു പരാതിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നു. പിന്നെ ഈ ഒരു കേസ് ചീറ്റിപ്പോകുമെന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് അതിജീവിത പറഞ്ഞിട്ടുള്ള പരാതിയിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 3-4 ദിവസം മാത്രമേ തൻ്റെ ഭർത്താവിനോടൊപ്പം ജീവിച്ചിരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പം ഭർത്താവ് കൊടുത്തിട്ടുള്ള പരാതിയിൽ ഈ അതിജീവിതയുടെ ഭർത്താവ് എന്താണ് പറയുന്നത്? ഇപ്പോഴും
ഞങ്ങൾ തമ്മിലുള്ള കുടുംബ ബന്ധം തുടരുന്നു എന്നാണ്. അവിടാണ് രാഹുലിന് ഇത് ഗുണം ചെയ്യത്തേ ഉള്ളെന്ന് ഞാൻ പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് FIR ഇടുവാണെങ്കിൽ, രാഹുലിനെതിരെ ഇതിൽ FIR ഇടുവാണെങ്കിൽ ഇതിൽ കുരുങ്ങാൻ പോകുന്നത് ഇവരാണ് ഇതിനകത്ത് കള്ളം പറഞ്ഞിട്ടുള്ളതെന്ന് നല്ലപോലെ വ്യക്തമാണ് അല്ലേ? അതിജീവിത പറഞ്ഞത് എന്താണ്? 3-4 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന്. ഭർത്താവ് പറഞ്ഞത് എന്താണ്? ഇപ്പോഴും കുടുംബ ബന്ധം തുടരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം ഈ കേസ് ചീറ്റി പോകത്തല്ലേ ഉള്ളൂ. പരിഹാരം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി തന്നെ ചെയ്ത പണിയാണെന്ന്. നമ്പർ 1 ഹണി ട്രാപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അതുകൊണ്ടാണല്ലോ ഭർത്താവ് നിൽക്കുന്ന സമയത്ത് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടമായി ചാറ്റ് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു, വിളിക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു. എന്നിട്ട് അത് ഒരു ദുരുദ്ദേശത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു ഹണി ട്രാപ്പ് നടത്താൻ പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെ ആ റെക്കോർഡുകളും എല്ലാം മുമ്പ് കൂട്ടി സേവ് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്ത് വെക്കുന്നു, വോയിസ് റെക്കോർഡെല്ലാം സേവ് ചെയ്യുന്നു, മുമ്പ് കൂട്ടി കോളുകളെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. അതിൻ്റെ വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്തുകൊണ്ട് അതൊക്കെ ചെയ്ത് വെച്ചു മുമ്പേ? അപ്പോൾ അതിലൂടെ മനസ്സിലാക്കാം ഇത് രാഹുലിന് ഇട്ടൊരു പണി കൊടുക്കാനുള്ള ഒരു പരിപാടി നോക്കിയതാണ്. പക്ഷേ അത് ചീറ്റിപ്പോയി. ഇനി ഈ കേസിനകത്ത് രാഹുലിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് രണ്ടാമത് കൊടുത്ത പരാതിയും ആദ്യം കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ട് തന്നെ പോലീസ് ഇത് അന്വേഷിക്കത്തുള്ളൂ, അല്ലാതെ പുതിയൊരു പരാതിയുമായിട്ട് അന്വേഷിക്കത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. ഈ കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നത് രാഹുലിന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടിയാണെന്നും അത് ആരാണ് കുത്തിപ്പൊക്കുന്നതെന്നെല്ലാം സാധാരണപ്പെട്ട അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരാണ്? കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ ഒരു കേസ് വീണ്ടും കുത്തിപ്പൊക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, രാഹുലിനെ പോലെ നട്ടലുള്ളൊരു വളർന്നു വരാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു യുവ നേതാവിനെ തകർക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ്. അത് ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, അറിയാമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. അവർ തന്നെ ചെയ്യുന്ന കുറേ വായിൽ പല്ലില്ലാത്ത കുറേ കിളവന്മാർ ഇപ്പോഴും ഭരണത്തിന് വേണ്ടി, കസേരയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് നടക്കുന്ന ടീമുകളുണ്ടല്ലോ, അവർ ചെയ്യുന്ന വേലയാണ്. വളർന്നു വരുന്നൊരു യുവ നേതാവ് എന്നെക്കാളും മേലോട്ട് കയറി പോയാലോ എന്ന് പേടിച്ചിട്ട്, നാളത്തെ മുഖ്യമന്ത്രി ആയാലോ എന്ന് പേടിച്ചിട്ട് മനഃപൂർവ്വം പൂട്ടാൻ വേണ്ടി തന്നെ, ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്ന വേലകളാണ് ഇതൊക്കെയെന്ന് നല്ലപോലെ മനസ്സിലാക്കാം. ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് നട്ടല് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഈ അതിജീവിതം എന്ന് പറയുന്ന ആ സ്ത്രീയുടെ ഭാഗത്തു നിന്നും ഈ ഓഡിയോ ക്ലിപ്പുകളും ഇതെല്ലാം വെളിയിൽ വന്നതാണ്, മാധ്യമങ്ങളിൽ കൂടി നമ്മൾ കണ്ടതാണ് അല്ലേ? അപ്പോൾ അവിടെ ഈ ഭർത്താവിനെ നാറ്റിച്ചതും ഭർത്താവിൻ്റെ മാനം സമൂഹത്തിൽ നാണം കെടുത്തിയതും ആരാണ്? ഈ അതിജീവിതം എന്ന് പറഞ്ഞ പെൺകുട്ടി തന്നെയല്ലേ? അപ്പം ഈ ഭർത്താവിന് നട്ടലുണ്ടെങ്കിൽ ആദ്യം ആർക്കെതിരെയാണ് പരാതി കൊടുക്കേണ്ടത്? ഈ അതിജീവിതം എന്ന് പറഞ്ഞ ആ വ്യക്തിക്ക് എതിരെയാണ് പരാതി കൊടുക്കേണ്ടത്, അല്ല രാഹുലിനെതിരെയല്ല വന്ന് പരാതി കൊടുക്കേണ്ടത്. അതിലൂടെ മനസ്സിലാക്കാം ഇതൊരു കള്ളക്കേസ് തന്നെയാണെന്ന്. 100% ഇവർ രണ്ടും കൂടെ ചേർന്ന് നടത്തുന്ന ഹണി ട്രാപ്പ് തന്നെയാണെന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പരാതിക്ക് ശേഷം രാഹുൽ ഈശ്വർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവരെ കള്ളം പൊളിച്ചുകൊണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിജീവിത പറഞ്ഞത് 3-4 ദിവസമാണ് തൻ്റെ മുൻ ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞത്. ഈ ഭർത്താവിൻ്റെ പരാതിയിൽ അത് ഇപ്പോഴും കുടുംബജീവിതം അവർ തുടരുന്നു എന്നാണ് അതിനകത്തുള്ളതെന്ന് ഉള്ള കള്ളം പൊളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെതിരെ രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും ഈ അതിജീവിത പരാതി കൊടുത്തിരിക്കുകയാണ്. വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തിട്ടുള്ളത്. എന്തായാലും ആ രാഹുൽ ഈശ്വർ ഇട്ട ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ നിന്ന് വെക്കാം, അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. രാഹുൽ ഈശ്വർ അതിനകത്ത് പറയുന്നത് കറക്റ്റ് കാര്യം തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇവർ അന്ന് പറഞ്ഞിട്ടുള്ളത് 3-4 ദിവസമാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഭർത്താവുമായിട്ട് ജീവിച്ചിട്ടുള്ളതെന്ന്. ഇപ്പോൾ ഭർത്താവ് പറയുന്നത് എന്താണ്? ഭർത്താവിൻ്റെ പരാതിയിൽ പറയുന്നത് എന്താണ്? ഇപ്പോഴും അവർ തമ്മിൽ ആ ഒരു കുടുംബജീവിതം തുടരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രാഹുൽ ഈശ്വർ പറയുന്ന ആ ഒരു വീഡിയോ, ഇപ്പോൾ അതിജീവിത പരാതി കൊടുത്തിട്ടുള്ള ആ ഒരു വീഡിയോയുടെ ഭാഗം കൂടെ ഞാൻ ഇവിടെ വെക്കാം, അതും കൂടെ ഒന്ന് കണ്ടുപോകും. രാഹുൽ ഈശ്വർ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമായി വരികയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത, കുടുംബജീവിതം തകർത്തു, രാഹുലിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ്. ഈ സത്യം നിങ്ങളോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ആരാണ്? 99% മാധ്യമങ്ങളും, 99 അല്ല 100% മാധ്യമങ്ങളും അത് മറച്ചു വെച്ചില്ലേ? യഥാർത്ഥത്തിൽ
ആ വ്യാജ പരാതിക്കാരി അല്ലെങ്കിൽ വ്യാജ അതിജീവിത. എന്തുകൊണ്ടാണ് വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? അതിജീവിത എന്ന വാക്കിന് ഒരു മഹത്വമുണ്ട്, അതിജീവിത എന്ന വാക്കിന് ഒരു നന്മയുണ്ട്. ആ അതിജീവിത എന്ന വാക്ക് ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നത്. ആ വ്യാജ പരാതിക്കാരി, വ്യാജ അതിജീവിതയ്ക്ക് ഭർത്താവുണ്ട്, കല്യാണം കഴിച്ചതാണ്, ഇപ്പോഴും ഭർത്താവാണ്, വിവാഹമോചനം നടന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഭർത്താവ് പരാതി കൊടുക്കുന്നത്. ഈ സത്യം വിളിച്ചു പറഞ്ഞാലല്ലേ എന്നെ ഇത്രയും വേട്ടയാടാൻ അവർ ശ്രമിച്ചത്, ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചത്. 16 ഈ വീഡിയോക്കെതിരെയാണ് അതിജീവിത വീണ്ടും രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇപ്പം പുതിയൊരു പരാതി നമ്മൾ കണ്ടതാണല്ലോ. ഭർത്താവിൻ്റെ ഒരു പരാതിയുടെ ആ ഒരു ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇത് രാഹുലിനെ വീണ്ടും തകർക്കാൻ, രാഹുലിനെ ഇലക്ഷന് നിർത്താതിരിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും രാഹുലിനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഒരു നാടകത്തിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇതെങ്ങും എത്തത്തില്ല. ഇത് എങ്ങും എത്തത്തില്ലെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ആദ്യം അതിജീവിത പറഞ്ഞിട്ടുള്ളത് 3-4 ദിവസം അല്ലേ ഒരുമിച്ച് ജീവിച്ചു എന്നാണ്. ഈ ഭർത്താവ് പറയുന്നത് ഇപ്പോഴും കുടുംബ ബന്ധം നിലനിർത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പം ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി തന്നെ ഈ കള്ളം തുറന്നു കാട്ടിയെന്ന് ഇവരുടെ ഈ കള്ളം സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടി പൊളിച്ചു. ഈ അതിജീവിത പറഞ്ഞത് കള്ളമാണെന്ന് പൊളിച്ചു കാണിച്ചു തന്നു എന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇവിടെ ആർക്കെതിരെയാണ് ഈ ഭർത്താവ് പരാതി കൊടുക്കണ്ടെങ്കിൽ ആദ്യം പരാതി കൊടുക്കേണ്ടത് അതിജീവിതയ്ക്കെതിരെയല്ലേ പരാതി കൊടുക്കേണ്ടത്, അല്ലാതെ രാഹുലിനെതിരെയാണോ പരാതി കൊടുക്കേണ്ടത്? ഇപ്പം മനസ്സിലായില്ലേ, രാഹുലിനെ ഇലക്ഷനിൽ നിർത്തരുത്. ഇനി രാഹുലിനെ ഒരു MLA ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ടോ എവിടെയും നിർത്തരുത് എന്ന് ഒരു അജണ്ട എടുത്തിട്ട് രാഹുലിനെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്ന പുതിയൊരു കള്ളപ്പരാതിയാണെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇനി ഈ പരാതിയൊന്നും രാഹുലിൻ്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ പോകുന്നില്ല. രാഹുൽ സ്വതന്ത്രനായിട്ട് നിന്ന് കഴിഞ്ഞാൽ രാഹുലിനെ ജയിപ്പിക്കാൻ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. രാഹുലൊക്കെ കയറി വരും. നിങ്ങളൊക്കെ ഇനി എന്ത് തലകുത്തി മറിഞ്ഞാലും രാഹുൽ എന്ന വ്യക്തി, അയാൾ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള ഓരോ സംഭാവനകളും അത്രമാത്രം പാർട്ടിയെ സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. കോൺഗ്രസ് പോലും ഈ ഒരു പരാതി വന്ന സമയത്ത് കോൺഗ്രസ് പോലും ഒരു നിമിഷം പോലും ചിന്തിക്കാതെ രാഹുലിനെ എടുത്ത് വെറുമില്ല കരിയില വലിച്ചെറിയുന്ന പോലെയാണ് വലിച്ചെറിഞ്ഞിട്ട്. എന്നിട്ട് പോലും രാഹുൽ ഈ കോൺഗ്രസ്സുകാരെ പറ്റി, കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളെ പറ്റിയിട്ടോ ഒരാളെ പറ്റിയിട്ടും ഒരു മോശവാക്ക് പോലും ഈ രാഹുൽ പുറത്തു വന്നതിന് ശേഷം ആരെ പറ്റിയിട്ടും പറഞ്ഞിട്ടില്ല. അതാണ് ആ ഒരു മനുഷ്യൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അല്ലേ. എന്തായാലും ഇതൊക്കെ നല്ലൊരു പ്രീ പ്ലാൻഡ് ആണെന്ന് നല്ലതുപോലെ ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതിജീവിതയുടെ ഭർത്താവ് ഒരു പരാതിയുമായിട്ട് വന്നപ്പോൾ രാഹുൽ ഈശ്വർ അതെടുത്ത് വെച്ച് ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും തുറന്നു കാണിച്ചു. അപ്പം അതിജീവിത അവിടുന്ന് വീണ്ടും പുതിയൊരു പരാതി കൊടുക്കുന്നു. വീണ്ടും രാഹുൽ ഈശ്വറിൻ്റെ വായടപ്പിക്കാൻ നോക്കുന്നു. ഇനി എത്രയൊക്കെ വായടപ്പിച്ചാലും സത്യം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് എന്നാണെങ്കിലും അത് തുറന്ന് വെളിയിൽ തന്നെ വന്നിരിക്കും. എത്ര സത്യം കുഴിച്ചു മൂടിയിട്ടാലും ആ കുഴിയിൽ നിന്ന് സത്യം വെളിയിൽ വന്നുകൊണ്ടേയിരിക്കും അല്ലേ. എന്നാലും ആ വാർത്തയും കൂടെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വെക്കാം, ഒന്ന് കണ്ടു നോക്കാം. അതിജീവിത കൊടുത്തിട്ടുള്ള പരാതി. സൈബർ ആക്രമണത്തിൽ പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആയ ലൈംഗിക പീഡന കേസിലെ അതിജീവിത രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുകയാണ്. റിനു, സമാനമായ ഒരു കേസിൽ ജയിലിലൊക്കെ ആയിരുന്നു രാഹുൽ ഈശ്വർ. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പരാതിയുടെ ഉള്ളടക്കം എന്താണ്? ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി പരാതിയുമായി എത്തിയ പരാതിക്കാരി നേരത്തെ തന്നെ രാഹുൽ ഈശ്വറിന്റെ സൈബർ അധിക്ഷേപത്തിനെതിരെ പരാതി നൽകുകയും ആ പരാതിയെ തുടർന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും നടപടിയിലേക്ക് പോവുകയും റിമാൻഡിൽ കഴിയുകയും അതിനുശേഷം ജാമ്യം ലഭിക്കുകയും ചെയ്തു. പക്ഷേ ഈ ജാമ്യ വ്യവസ്ഥകളൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ട് വീണ്ടും ഈ സൈബർ ഇടങ്ങളിൽ ഇദ്ദേഹം വീഡിയോ ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പരാതിക്കാരി അന്വേഷണ സംഘ തലവനായിട്ടുള്ള പൂങ്കുഴലി IPS പരാതിയായി തന്നെ എഴുതി നൽകിയിരിക്കുന്നത്. വീണ്ടും തന്നെ അധിക്ഷേപിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ചത് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പരാതിക്കാരിയുടെ പരാതിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു. അതിനുള്ള നടപടികൾ കോടതിയിലേക്ക് പോകണം, അതിനുള്ള നടപടി എടുക്കണം എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ പൂങ്കുഴലി IPS ഞാനതല്ല ആലോചിക്കുന്നത്. ഇത്രയും നാളും ഈ കെട്ടിയവൻ എന്ന് പറയുന്ന ഈ വ്യക്തി എവിടെ ആയിരുന്നു? ഈ അതിജീവിതയുടെ വീട്ടിൽ ഒളിച്ചിരിക്കുമായിരുന്നു. ഇത്രയും പ്രശ്നങ്ങൾ, ഇത്രയും പരാതി, ഇത്രയും രാഹുൽ ഒളിവിൽ പോരുന്ന സമയത്ത് പോലും ഈ അതിജീവിത ഈ രാഹുലിനെതിരെ പരാതികൾ ഇങ്ങനെ തൊടുത്തുകൊണ്ടേയിരുന്ന സമയത്ത് ഈ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നാളും എവിടെയായിരുന്നു? അതാണ് ചിന്തിക്കേണ്ടത്, അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാം തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാഹുൽ വീണ്ടും കയറി വരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക്
അടുത്ത വീണ്ടും രാഹുലിനെ ചവിട്ടിത്താക്കാൻ വേണ്ടിയിട്ട് ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വന്നതായിട്ടാണ് എനിക്കിതിലൂടെ മനസ്സിലാവുന്നത്. കാരണം ഇത് എങ്ങും ഏക്കാൻ പോകുന്നില്ല, രാഹുലിൻ്റെ രോമത്തിൽ പോലും ഇത് ഏക്കാൻ പോകത്തില്ല. കാരണം ഇതിലൂടെ തന്നെ ഈ അതിജീവിത കൊടുത്ത ആദ്യ പരാതിയിൽ പറഞ്ഞേക്കുന്ന കള്ളങ്ങളും രണ്ടാമത് ഈ ഭർത്താവ് പറയുന്ന കള്ളങ്ങളും നമ്മൾ ഈ പരാതിയിൽ കണ്ടതാണ് അല്ലേ. അതിലൂടെ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ ഈ പരാതി എവിടെയും പോകുന്നില്ല എന്ന്.